എല്ലാവർക്കും സെമീനാസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോബി 65ന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒട്ടും ഫ്ലോപ്പ് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോബി 65 ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം കോളിഫ്ലവർ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് സോസ് പാനിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ കോളിഫ്ലവറിൽ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഈ സമയത്ത് ചേർക്കുകയാണെങ്കിൽ കോളിഫ്ലവറിലേക്ക് അത്യാവശ്യം ഉപ്പൊക്കെ പിടിച്ചോളും. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ഇതളുകളാക്കി എടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് കോളിഫ്ലവർ ഒക്കെ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളയണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ്. അപ്പോൾ കോൺഫ്ലോറിൻ്റെ പകുതിയായിട്ട് മൈദ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 65ന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ മുട്ടയൊക്കെ ചേർക്കുമ്പോൾ 65ന് നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും. കൂടാതെ ഈ മസാലയൊക്കെ കോളിഫ്ലവറിൽ നന്നായിട്ട് കോട്ടായി കിട്ടാനും സഹായിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ കെച്ചപ്പൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ 65ന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലൂസാക്കിയിട്ട് എടുക്കരുത്. അത്യാവശ്യം കട്ടിയുള്ള ഒരു ബാറ്റർ ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതേ രീതിയിൽ വേണം നമ്മൾ മസാല തയ്യാറാക്കാനായിട്ട്. എന്നാലേ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് ഇതിൽ കോട്ടായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഈ മസാലയിൽ ഈ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ടേസ്റ്റിൽ 65 ആയിട്ട് കിട്ടും. മസാലയൊക്കെ നന്നായിട്ട് ഈ കോളിഫ്ലവറിലൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല പെട്ടെന്ന് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലും ആക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു വശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറ്റേ വശവും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുത്ത കാരണം തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു പച്ചമുളക് നെടുകെ കീറിയത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ 65ന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ചേർക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് അത്യാവശ്യം ഇതൊന്നും മുരിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള കോളിഫ്ലവറും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്